ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് മോഡൽ വെർബ്സിൽ ഒന്നായിട്ടുള്ള കുഡ് എങ്ങനെയാണ് സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ക്യാൻ എന്ന് പറയുന്ന ആ മോഡൽ വെർബിൻ്റെ മീനിങ് എന്താണ്? കഴിയുക അല്ലെങ്കിൽ കഴിയും എന്നൊക്കെയാണല്ലോ. എന്നാൽ ക്യാൻ എന്ന ആ മോഡൽ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് കഴിയുമായിരുന്നു എന്നായിരിക്കും. ഓക്കെ, ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും, അതായത് നമ്മുടെ പ്രസൻറ്റിലുള്ള ഒരു കാര്യം കഴിയും എന്നുള്ളത് പറയുന്നതിന് വേണ്ടി നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. എന്നാൽ പാസ്റ്റിലൊരു കാര്യം പറയാനാണെങ്കിലോ, അതായത് പാസ്റ്റിലെ കഴിഞ്ഞു പോയ കാലത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അത് കഴിയുമായിരുന്നു എന്ന് പറയില്ലേ, അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുഡിൻ്റെ ഒരു യൂസ് നമുക്ക് ഇത്തരം പാസ്റ്റിലെ ചില കഴിവുകളെ കുറിച്ച് പറയുമ്പോഴാണ്, പാസ്റ്റ് എബിലിറ്റീസ് പറയുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്യാൻ വെച്ചുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വെരി വെൽ. എനിക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും, പ്ലേ ഫുട്ബോൾ കളിക്കാൻ വെരി വെൽ വളരെ നന്നായിട്ട്. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും വെരി വെൽ വളരെ നന്നായിട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ എനിക്ക് കഴിയും എന്നാണ് പറയുന്നത് അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസൻറ്റിലെ നമ്മുടെ ഈ ഇപ്പോഴുള്ള ഈ സമയത്തെ ഒരു കാര്യത്തെ, ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ കാലത്തെ അല്ല, ഇപ്പോഴുള്ള ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് കഴിയും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഇനി നമുക്ക് നോക്കാനുള്ളത് കുഡ്, അതായത് ക്യാനിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള കുഡ്, കഴിയുമായിരുന്നു എന്ന മീനിങ് വരുന്ന ആ കുഡ്, ആ മോഡൽ വെർബ് എങ്ങനെ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാമെന്നാണ്. ഇവിടെ സെൻറ്റൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഐ കുഡ് പ്ലേ ഫുട്ബോൾ വെരി വെൽ വെൻ ഐ വാസ് എ ചൈൽഡ്. ഈ സെൻറ്റൻസ് നോക്കിയാൽ മനസ്സിലാവും. ഐ കുഡ് പ്ലേ, ഐ കുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയുമായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയും, അതായത് ഇപ്പോൾ കഴിയും എന്നാണ് അർത്ഥം. എന്നാൽ ഐ കുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയുമായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഐ കുഡ് പ്ലേ ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു, വെരി വെൽ വളരെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അത് എപ്പോഴാണെന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെൻ ഐ വാസ് എ ചൈൽഡ്. വെൻ എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ എന്നുള്ളൊരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ വെൻ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എപ്പോഴാണെന്നുള്ള കാര്യം പറയുന്നു. ഐ വാസ് എ ചൈൽഡ്, ഞാൻ, വാസ് എന്ന് പറയുമ്പോൾ ആയിരുന്നു അല്ലേ, ആയിരുന്നു എന്നാണ് മീനിങ്. അപ്പോൾ ഐ വാസ് എ ചൈൽഡ്, ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, ഞാനൊരു കുട്ടി ആയിരുന്നു. ഐ വാസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടി ആയിരുന്നു എന്നാണ് മീനിങ്. എന്നാൽ അതിൻ്റെ മുമ്പ് വെന്നും കൂടി ചേർക്കുമ്പോൾ വെൻ ഐ വാസ് എ ചൈൽഡ് എന്നായിട്ട് മാറും. ഈ വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെ വരും? ഞാനൊരു കുട്ടി ആയിരുന്നപ്പോൾ, ആയിരുന്നു അപ്പോൾ എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഐ കുഡ് പ്ലേ ഫുട്ബോൾ വെരി വെൽ, ഐ കുഡ് പ്ലേ ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു, വെരി വെൽ വളരെ നന്നായിട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെൻറ്റൻസിനൊന്ന് നെഗറ്റീവ് ആക്കി നോക്കാം. ഐ കുഡിൻറ്റ് പ്ലേ ഫുട്ബോൾ വെരി വെൽ വെൻ ഐ വാസ് എ ചൈൽഡ്. ഐ കുഡിൻറ്റ്, ഇവിടെ കുഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു നോട്ട് ചേർത്തു. അപ്പോൾ അതിനെ ചുരുക്കിയിട്ട് നമ്മൾ എങ്ങനെ, അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് എങ്ങനെ പറഞ്ഞു, കുഡിൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഐ കുഡിൻറ്റ് പ്ലേ ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. വെരി വെൽ വളരെ നന്നായിട്ട്, വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ. ഓക്കെ, ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി കുഡ് റൺ ഫാസ്റ്റ് വെൻ ഹി വാസ് എ ചൈൽഡ്. ഹി കുഡ്, ഇവിടെ ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതിനുശേഷം കുഡ് നമ്മൾ കൊടുത്തു. കുഡ് പിന്നെ എന്താണ്, റൺ അല്ലേ, റൺ എന്നുള്ളതാണ് ഇവിടെ വെർബായിട്ട് വന്നുള്ളത്. അപ്പോൾ ഹി കുഡ് റൺ ഫാസ്റ്റ്, ഹി കുഡ് അവന് കഴിയുമായിരുന്നു, റൺ ഫാസ്റ്റ്, റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക, റൺ ഫാസ്റ്റ് വേഗത്തിൽ ഓടുക. ഓക്കെ, വെൻ ഹി വാസ് എ ചൈൽഡ്, വെൻ അപ്പോൾ, ഈ വെൻ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. വെൻ അപ്പോൾ എന്നുള്ളൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെൻറ്റൻസിൽ ഇതുപോലെ നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഹി വാസ്, ഹി എന്ന് പറയുമ്പോൾ അവൻ, വാസ് ആയിരുന്നു, എ ചൈൽഡ് ഒരു കുട്ടി, അവനൊരു കുട്ടി ആയിരുന്നു. വെൻ ഹി വാസ് എ ചൈൽഡ് എന്ന് പറയുമ്പോൾ അവനൊരു കുട്ടി ആയിരുന്നപ്പോൾ എന്നാണ് മീനിങ്. അപ്പോൾ അവന് കുട്ടിയായിരുന്നപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്ന കഴിവ് എന്തായിരുന്നു? ഹി കുഡ് റൺ ഫാസ്റ്റ്, അവന് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു കാലത്തെ ഒരു എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, അതായത് പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കി നോക്കാം. ഹി കുഡിൻറ്റ് റൺ ഫാസ്റ്റ് വെൻ ഹി വാസ് എ ചൈൽഡ്. ഹി കുഡിൻറ്റ് റൺ ഫാസ്റ്റ് വെൻ ഹി വാസ് എ ചൈൽഡ്. ഹി കഴിഞ്ഞ് കുഡിന് ശേഷം നമ്മളൊരു നോട്ട് കൊടുക്കുന്നു.
അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ പറഞ്ഞു, അതായത് ചുരുക്കിയിട്ട് അങ്ങനെ പറഞ്ഞു, ഹി കുഡിൻറ്റ് റൺ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹി കുഡിൻറ്റ്, അവന് കഴിയുമായിരുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. റൺ ഫാസ്റ്റ്, വേഗത്തിൽ ഓടാൻ. വെൻ ഹി വാസ് എ ചൈൽഡ്, അവനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പൊലൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, പൊലൈറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത്തരം സെന്റൻസുകളിലും കുഡ് നമുക്ക് യൂസ് ചെയ്യാം. പൊലൈറ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ വിനയത്തോടു കൂടിയുള്ള ചില അപേക്ഷിക്കൽ, അല്ലെങ്കിൽ വളരെ താഴ്മയോട് കൂടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിച്ച് ഒരാളോട് പറയുന്ന ആ സമയത്ത് അത്തരം സെന്റൻസുകളിലൊക്കെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കുഡ് യു പ്ലീസ് ഗീവ് മി യുവർ പെൻ, അതായത് ദയവായി നിങ്ങളുടെ പേന തരാമോ. വളരെ താഴ്മയോട് കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. കുഡ് യു പ്ലീസ് ഗീവ് മി യുവർ പെൻ, കുഡ് യു പ്ലീസ് ഗീവ് മി യുവർ പെൻ. കുഡ് യു പ്ലീസ് കഴിഞ്ഞിട്ട് പിന്നെ ഗീവ്, തരൂ എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഗീവ് മീ, എനിക്ക് തരൂ, യുവർ പെൻ, നിങ്ങളുടെ പെൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കുഡ് യു പ്ലീസ് ഗീവ് മി യുവർ പെൻ എന്ന് ചോദിക്കുമ്പോൾ വളരെ ദയവായി നിങ്ങളുടെ പേൻ ഒന്ന് തരാമോ എന്നുള്ള ഒരു താഴ്മയോടെയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. കുഡ് യു പ്ലീസ് ഷെയർ ദ വീഡിയോ, കുഡ് യു പ്ലീസ് ഷെയർ ദ വീഡിയോ. കുഡ് യു പ്ലീസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാമോ, ദ വീഡിയോ ഷെയർ ചെയ്യാമോ എന്നുള്ളത് വളരെ താഴ്മയോട് കൂടി നമുക്ക് എങ്ങനെ പറയാം, കുഡ് യു പ്ലീസ് ഷെയർ ദ വീഡിയോ എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ്, കുഡ് യു പിന്നെ ഓപ്പൺ ദ ഡോർ പ്ലീസ്. അവരോട് ചോദിക്കുകയാണ് നമ്മൾ, അതൊന്ന് ഓപ്പൺ ചെയ്യാമോ എന്നുള്ളത് മറ്റൊരാളോട് ചോദിക്കുകയാണ്. ഓപ്പൺ ദ ഡോർ പ്ലീസ്. ഓക്കെ, ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാമോ എന്നുള്ളത് വളരെ താഴ്മയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ഒരു സെന്റൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, സോറി. അത് എങ്ങനെയാണ് ചോദിക്കുന്നത്? കുഡ് യു ലെൻഡ് മീ സം മണി പ്ലീസ്, കുഡ് യു ലെൻഡ് മീ സം മണി പ്ലീസ്. കുഡ് യു ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കടം തരുന്നതിനെയാണ് നമ്മൾ ലെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പണം കടം തരാമോ എന്നാണ് ചോദിക്കുന്നത്. കുഡ് യു ലെൻഡ് മീ സം മണി പ്ലീസ്, എനിക്ക് കുറച്ച് പണം കടം തരാമോ. വളരെ പൊളൈറ്റ് ആയിട്ട്, അതായത് വളരെ താഴ്മയോടുകൂടി നമ്മൾ വിനയത്തോടു കൂടി നമ്മൾ ചോദിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ. കുഡ് യു ലെൻഡ് മീ സം മണി പ്ലീസ്. ഇത്തരം റിക്വസ്റ്റുകളൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ സെന്റൻസുകൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ കുഡ് യൂസ് ചെയ്യാം. ഇതുപോലെ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പോസിബിലിറ്റിയെ കുറിച്ച് പറയാനാണ്. പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ, അതായത് സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. ഇറ്റ് കുഡ് ബി വെരി കോൾഡ് ദെയർ ഇൻ വിന്റർ. ഇറ്റ് കുഡ് ബി വെരി കോൾഡ് ദെയർ ഇൻ വിന്റർ. അതായത് ഇറ്റ് കുഡ് ബി വെരി കോൾഡ്, തണുപ്പ് ആയേക്കാം. വളരെ വെരി കോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ തണുപ്പ്, വളരെ നന്നായിട്ടുള്ള തണുപ്പ് ആയേക്കാം. ഇറ്റ് കുഡ് ബി ആയേക്കാം. എവിടെ? ദെയർ, അവിടെ. ഇൻ വിന്റർ സീസണിൽ, അതായത് തണുപ്പുള്ള കാലത്ത്, അല്ലെങ്കിൽ ആ വിന്റർ സീസണിൽ അവിടെ നല്ല തണുപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആയേക്കാം എന്നാണ് പറയുന്നത്. ഇത് ഒരു സാധ്യതയാണ് പറയുന്നത്, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇറ്റ് കുഡ് ബി വെരി കോൾഡ് ദെയർ ഇൻ വിന്റർ സീസണിൽ അവിടെ നന്നായിട്ട് തണുപ്പായിരിക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയാണ് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഇറ്റ് കുഡ് റെയിൻ ടുഡേ. ഇറ്റ് കുഡ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് കുഡ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. They could be at home. They could be at home. ഇവിടെ they, അവർ, could be എന്ന് പറയുമ്പോൾ അവിടെ could കഴിഞ്ഞിട്ട് ഒരു be കൂടി ഉണ്ട്. അപ്പോൾ be വരുമ്പോൾ beന്റെ മീനിങ് എന്താണ്? ആവുക എന്നാണല്ലോ. അപ്പോൾ could be എന്ന് പറയുമ്പോൾ ആയേക്കാം, അവിടെ ആയിരിക്കാം എന്നൊക്കെയാണ് മീനിങ്. they, അവർ ആയിരിക്കാം എവിടെ? at home, അവർ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലായേക്കാം എന്നാണ് ഇതിന്റെ മീനിങ്. they could be at home എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. She could finish her work tonight. She could finish her work tonight എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഇന്ന് രാത്രി. She could finish her work tonight. Tonight എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, she could finish, അവൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞേക്കാം, പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കാം. her work, അവളുടെ വർക്ക് tonight, ഇന്ന് രാത്രി അവൾക്ക് അവളുടെ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കാം. ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്, അതായത് ഒരു സാധ്യത. ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അടുത്തതായിട്ട് സജഷൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുഡ് സെന്റൻസുകളിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. യു കുഡ് സേവ് മണി ഫോർ എ ന്യൂ കാർ. യു കുഡ് സേവ്, ഇവിടെ യു കുഡ് കഴിഞ്ഞിട്ട് പിന്നെ സേവ് എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്താണ്?
ശേഖരിക്കുക എന്നാണ്. അപ്പോൾ യു കുഡ് സേവ് മണി, നിനക്ക് പണം ശേഖരിക്കാലോ അല്ലെങ്കിൽ നിനക്ക് പണം സേവ് ചെയ്തൂടെ എന്നാണ് അതിൻ്റെ മീനിങ്. ഫോർ എ ന്യൂ കാർ, ഒരു പുതിയ കാറിന് വേണ്ടി, അതായത് ഒരു പുതിയ കാർ വാങ്ങുന്നതിന് വേണ്ടി നിനക്ക് പണം ശേഖരിച്ചൂടെ അല്ലെങ്കിൽ സേവ് ചെയ്തൂടെ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഇതൊരു സജഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നിർദ്ദേശം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം. വി കുഡ് ഹാവ് സം ടീ. വി നമുക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കുഡ് ഹാവ് സം ടീ, നമുക്ക് കുറച്ച് ചായ കഴിച്ചൂടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, വി കുഡ് ഹാവ് സം ടീ, നമുക്ക് കുറച്ച് ചായ കഴിച്ചൂടെ എന്നുള്ളൊരു സജഷനാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചായ കഴിക്കാലോ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പാസീവ് വോയിസ് അതുപോലെ ആക്റ്റീവ് വോയിസ് ഇതിലൊക്കെ എങ്ങനെയാണ് ഇതുപോലെ കുഡ് അതുപോലെ കുഡ് ബി ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു സെന്റൻസ് എടുത്തു. ആ സെന്റൻസ് എന്താണ്? ദേ കുഡ് പബ്ലിഷ് ദ ബുക്ക് നെക്സ്റ്റ് മന്ത്. ദേ കുഡ് പബ്ലിഷ് ദ ബുക്ക് നെക്സ്റ്റ് മന്ത്. ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അവർ എന്നാണ് അല്ലേ. കുഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പബ്ലിഷ്. പബ്ലിഷ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ ദ ബുക്ക് കഴിഞ്ഞ് വരുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് അടുത്ത മാസം. അപ്പോൾ ദേ കുഡ് പബ്ലിഷ് ദ ബുക്ക് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത മാസം ബുക്ക് പബ്ലിഷ് ചെയ്തേക്കും എന്നാണ് മീനിങ്. ദേ കുഡ് പബ്ലിഷ് ദ ബുക്ക് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ അവർ അടുത്ത മാസം ബുക്ക് പബ്ലിഷ് ചെയ്തേക്കും. ഇവിടെ നമ്മൾ ഈ സെന്റൻസ് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഏതാണ്? ദേ, അതായത് അവർ എന്ന് മീനിങ് വരുന്ന ദേ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ഈ ദേ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സെന്റൻസ് പറയുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്? ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ആക്റ്റീവ് വോയിസിലുള്ള ഈ സെന്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുഡ് ആണ് അല്ലേ. എന്നാൽ ഈ സെന്റൻസിൽ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നത് എന്തായിരിക്കണം? ആദ്യം പറയണം. അതായത് നമ്മൾ ഈ ആക്റ്റീവ് വോയിസിലെ, അതായത് ആദ്യത്തെ സെന്റൻസിൽ ദേ കുഡ് പബ്ലിഷ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് പബ്ലിഷ് എന്ന് പറയുന്നതാണ് അവിടെയുള്ള വെർബ്. ആ വെർബ് കഴിഞ്ഞ് വരുന്നത് പിന്നെന്താണ്? ബുക്ക് അല്ലേ. ദ ബുക്ക് എന്ന് പറയുന്നതാണ് അവിടെയുള്ള ഒബ്ജക്റ്റ്. എന്നാൽ ഈ ദ ബുക്ക് എന്നുള്ളത് ആദ്യം വരുന്ന തരത്തിൽ നമുക്ക് പറയണം, അല്ലെങ്കിൽ ദ ബുക്ക് എന്ന ആ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സെന്റൻസ് പറയണം. അത്തരം സെന്റൻസ് ആണ് പാസീവ് വോയിസ് സെന്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് ദ ബുക്ക് കുഡ് ബി പബ്ലിഷ്ഡ് നെക്സ്റ്റ് മന്ത് എന്ന്. ദ ബുക്ക് കുഡ് ബി പബ്ലിഷ്ഡ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബുക്ക് ആദ്യം നമ്മൾ ബുക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതായത് ഒബ്ജക്റ്റിന്. അപ്പോൾ ദ ബുക്ക് കുഡ് ബി പബ്ലിഷ്ഡ്, പബ്ലിഷ് ചെയ്യപ്പെട്ടേക്കാം എപ്പോൾ? നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. അതായത് ആരാലോ ചെയ്യപ്പെട്ടേക്കാം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരാണ് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് അവരാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് ദേ അല്ലെങ്കിൽ അവർ എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെയുള്ള സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി? ദ ബുക്ക് കുഡ് ബി പബ്ലിഷ്ഡ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ മീനിങ് എന്താണ്? അടുത്ത മാസം ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ.